ഇനി ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പുഴ. ഇവിടുന്ന് അജിത്ത് പോകുന്നുണ്ട് പിന്നെ വഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവൻ പോകുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ വേറൊരാളായിട്ട് സംസാരത്തിലായിരുന്നു. ആ ഗ്യാപ്പിൽ ഇയാൾ പോയിട്ടുണ്ട്. വഞ്ചീൻ്റെ അടുത്ത് എത്താറായി. വഞ്ചി കയറിയോ? ഓ, വഞ്ചീൻ്റെ അടുത്ത് എത്തി കേട്ടോ. അജിത്തേ, ആഹാ, നമ്മൾ അജിത് കുമാർ നല്ല പാട്ടൊക്കെ പാടി വരുന്നുണ്ട് തോണിയിൽ. അജിത്തേ, നമ്മൾ വലയൊക്കെ എടുത്ത് പോയിട്ട് മീൻ കിട്ടുവാ? എല്ലാം ഒരു പ്രതീക്ഷ അല്ലേ? ആ, ജീവിതം തന്നെ ഫുൾ പ്രതീക്ഷകളാണല്ലോ അല്ലേ? എന്തായാലും നമുക്ക് വലയെടുത്ത് പോയി നോക്കാം അല്ലേ? പിന്നെ സനൂകുമാർ, സനു എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചുക്കാനും വലയൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ വഞ്ചിയിൽ വേറെ ചെറിയ ചുക്കാൻ എടുത്തിട്ടാണ് വന്നല്ലേ. എന്തായാലും ഈ വലയിൽ മീൻ കിട്ടുമായിരിക്കും അല്ലേ? എന്തായാലും പോയി നോക്കാം. ഓ, വഞ്ചി അവിടം വരെ എത്തുള്ളൂ അല്ലേ? എന്തായാലും കുറച്ച് നടക്കണം. ചെളി കൂടെ ചെരുപ്പ് അഴിച്ച് വെക്കാം. അയ്യോ, ഓ, പിന്നെ വഞ്ചീൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. ഇന്ന് കുറച്ച് എന്താ പറയുക, ഇന്ന് കുറച്ച് വഴിൻ്റെ അടുത്തൊക്കെ പോയി വീഴാന്നുള്ളൊരു ധാരണയിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. ഒരു പക്ഷേ എന്തായിരിക്കും സ്ഥിതി എന്നൊന്നും അറിയത്തില്ല. എല്ലാവരും കാര്യമായിട്ടുണ്ട് വഞ്ചിയിൽ. അജിത് കുമാർ കാര്യം ഇരുന്നിട്ടുണ്ട്. അത് ഞാൻ കാര്യമില്ല കേട്ടോ. ഇപ്പം ഞാൻ കാര്യമാണ്. ഇത് മൊത്തത്തിൽ ഇളകുന്നുണ്ട് കേട്ടോ. ഇത് മൊത്തത്തിൽ നമ്മൾ പുഴയിലേക്ക് വീഴുന്നില്ലല്ലോ. ഓ, സനു ഫുൾ സേഫ്റ്റി ഇവിടെ ആണെന്നല്ലോ. ഓ, നല്ല ഫുൾ സെറ്റപ്പായി. ആള് ചുക്കാനൊക്കെ എടുത്തു കേട്ടോ. നല്ല ഉഷാർ തന്നെ. ഈ ഉഷാർ മീൻ കിടക്കുന്നത് കിട്ടാൻ മതിയായിരുന്നു. പിന്നെ ഇതാണ് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ ഇവിടെ നിന്നാണ് നമ്മൾ കയറിയത്. ഇപ്പോൾ ഇത് ഏകദേശം എല്ലാം ഒരുപോലെ ഉണ്ട് അല്ലേ സ്ഥലങ്ങളെല്ലാം. ഇതാണ് അഴിത്തല. സെൻറ്റ് മേങ്സിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. കാണുന്ന ബോട്ടുകളൊക്കെ ഈ ഹാർബറിലൊക്കെ പോയി മീനൊക്കെ പിടിച്ച് വന്ന് കൊണ്ട് വെക്കുന്ന സ്ഥലമാണ് ഈ അഴിത്തല എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ അജിത് കുമാർ. അല്ല, ഇതിലാണ് ഇരിക്കുന്നത്. അജിത് കുമാർ, നിങ്ങളാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ നല്ലപോലെ വലയൊക്കെ വീഴ്ത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ മീൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളൊക്കെ എന്താ. ഓ, ഇത് കണ്ടോ നിങ്ങൾ? നല്ലൊരു ഭംഗി അല്ലേ കാണാൻ? നല്ല സ്ഥലം. പക്ഷേ ഇതൊക്കെയാണ് ഒരു എൻജോയ്. ഇതൊക്കെ അല്ലേ ജീവിതം. ഇങ്ങനെയൊക്കെ ഒരു ആഘോഷം. നമ്മൾ വന്നത് അവിടെയാണ്. കാണുന്നതാണ് സനുവിൻ്റെ വീട്. അപ്പോൾ നമ്മളിങ്ങനെ യാത്രയിലാണ്. യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ അജിത്തേട്ടൻ ഇവിടെ ഉണ്ട്. ഇവിടെ അഴിത്തല ബോട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഴിത്തലയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കുറച്ച് പേര് അവിടുന്ന് വലമൊക്കെ തൂന്നുന്നുണ്ട്. അവരൊക്കെ കടലിൽ പോകാൻ വേണ്ടി ഇരിക്കാമെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് അവര് മീനൊക്കെ പിടിച്ചിട്ട് ഡാമേജായ വലമൊക്കെ തുന്നി പിടിപ്പിക്കുന്നുണ്ട് തോന്നുന്നു. ഇവരെ കടൽ പോയിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ അക്കരെയുള്ള ചേട്ടന്മാരൊക്കെയാണ് വലമൊക്കെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അൽഫജർ ഫൈബറുണ്ട്. അഴിത്തല വടകരയുള്ള ഏറ്റവും വലിയ ഫൈബറാണ് അൽഫജർ. ഇതൊക്കെ കടലിൽ പോയി ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞാണ് തിരിച്ചു വരുത്ത്. പിന്നെ ഇതിലൊക്കെ 10-50 പേരൊക്കെ പോകും തോന്നുന്നു അല്ലേ അജിത് കുമാറെ? ഈ ഫൈബറിലല്ലേ? അത്ര പേര് കാണുമായിരിക്കും.
പിന്നെ ഇപ്പോൾ അങ്ങനെ പോകാറില്ല. ഇതിപ്പോൾ കുറച്ച് ദിവസമായെന്ന് തോന്നില്ലേ ഇവിടെ നിർത്തി വെച്ചിട്ട്. ഓക്കെ, പിന്നെ അയ്യോ നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ. ഇത് നമ്മളിപ്പോൾ ഏകദേശം പിന്നെ നമ്മൾ ഇവിടെ എത്താറായി. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ഈ ബോട്ടാണിത്. പിന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ പോലീസ് അവരുടെ ബോട്ടാണിത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത് പരിചയപ്പെടുത്തിയാണെന്ന് തോന്നുന്നു അല്ലേ നിങ്ങളെ. കഴിഞ്ഞ വീഡിയോയിൽ ഈ ബോട്ടിനെ പറ്റി ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ബോട്ടിൻ്റെ അടുത്ത് ഏകദേശം എത്തി. പക്ഷേ ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോകാമെന്നാണ് തീരുമാനിക്കുന്നത്. പക്ഷേ ഇതുവരെ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ ഇപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. കാരണം ഇത് നേരെ ഇറങ്ങുന്നത് കടലിലേക്കാണ്. കടലും പുഴയും ഒന്നാകുന്ന ഒരു സ്ഥലമാണിത്. ഈ അഴിമുഖം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ കാണുന്നത് ഈ മൂരാട് പുഴയാണ്. ഈ മൂരാട് കുറ്റ്യാടി ഭാഗത്തു നിന്നൊക്കെ വെള്ളം കയറി വരുന്നത് ഈ വഴിയിലാണ്. അപ്പോൾ ഇതിൽ കൂടെ അവസാനം എൻഡിങ് ചെയ്യുന്നത് ഈ കടലിലേക്കാണ്. ഇതാണ് അഴിമുഖം. ഈ കടലും പുഴയൊക്കെ ഒന്നാകുന്ന ഒരു സ്ഥലമാണ് ഇത്. ഇതാണ് ബോട്ടിൻ്റെ അടുത്ത് നമ്മൾ എത്താറായി. ബോട്ടിൻ്റെ ഉപയോഗിക്കുന്ന ആരൊക്കെ മീൻ പിടിക്കുന്നുണ്ടല്ലോ. അവിടുന്ന് കുറച്ച് പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അജിക്കുമാരെ നമ്മളെ വലയൊക്കെ ഏകദേശം സെറ്റാക്കി വെക്കണം. ഇതാണ് നമ്മുടെ വല. പക്ഷെ വലയൊന്ന് ഇട്ട് നോക്കണം വെള്ളത്തിലിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വല എടുത്തിട്ട് വീടിൻ്റെ വലയുണ്ട്, നമുക്ക് ഇതെടുത്തിട്ട് 2 വീട് കാരണം കൊടുക്കുക. പിന്നെ വെള്ളത്തിൽ നിന്ന് എന്തൊക്കെയോ ചെറിയ മീനൊക്കെ തോന്നുന്നുണ്ട്, അതൊക്കെ നോക്കാം. ഇതെന്തോ കണ്ടിട്ടുണ്ട് വെള്ളത്തിൽ, അതാകും വിരൽ ചൂണ്ടി നിൽക്കുന്നത്. എന്തെന്നാണ് ഇത്തെ നോക്കുന്നത്? എന്തൊക്കെ മീനിൻ്റെ കുഴപ്പമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. മീനൊക്കെ തുള്ളുന്നുണ്ടോ? മീൻ തുള്ളുന്നുണ്ട് കേട്ടോ ഇതിൽ. അവിടെ നിന്നൊക്കെ മീൻ തുള്ളുന്നുണ്ട്. വല ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ, കിട്ടാണ്ടില്ല. നമ്മളിതാ ഏകദേശം പിന്നെ കടലിൻ്റെ അടുത്ത് എത്താറായി. നല്ല മുകിലുണ്ട്, ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട് സനൂപിന്. അതൊന്നും കുഴപ്പമില്ല. അല്ല സനൂപ് അല്ലേ, നമ്മുടെ മനസ്സല്ലേ നമ്മുടെ ധൈര്യം. മനസ്സിനെ നിർത്താൻ കഴിയുമെങ്കിൽ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ സനൂപേ. പിന്നെ ഇതാണ് സാൻഡ് ബാങ്ക്സിലെ ഒരു മതിലുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇവിടുന്ന് എന്തൊക്കെയോ മീനൊക്കെ കളിക്കുന്നുണ്ട്, ക്ലിയറായിട്ട് ഒന്നും കാണുന്നില്ല. നമ്മൾ പിന്നെ ഈ ഒരു സാധാ ഫോണ് വെച്ചിട്ട് പിടിക്കുന്നതല്ലേ, അപ്പോൾ അത്ര ഒരു ക്ലാരിറ്റി ആയിരിക്കും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ കാണുന്നതാണ് കടൽ. കടലിൻ്റെ ഏകദേശം അടുത്തെത്തി. ഇത് നമ്മുടെ സാൻഡ് ബാങ്ക്സിൻ്റെ അടുത്തുള്ള ഒരു മതിലാണ്. സാൻഡ് ബാങ്ക്സിൻ്റെ സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സാൻഡ് ബാങ്ക്സിൽ വന്നൊരിക്കലും ഏകദേശം അറിയാൻ പറ്റും. ഈ ഒരു മതിൽ അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ചും കൂടി മുന്നോട്ടുള്ള ഒരു ഭാഗത്തുള്ള സൈഡാണ്. പിന്നെ ഈ കാണുന്നതാണ് ഈ പൂഴിയൊക്കെ മണലൊക്കെ എടുക്കുന്ന ഒരു സ്ഥലം. പിന്നെ ഇവിടുന്ന് കുറേ പേരാണ്, ഒരുപാട് ആൾക്കാരുടെ ജീവിതം തന്നെയായിരുന്നു ഒരു കാലത്ത് ഇത് പൂഴിയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടുന്ന് തൊഴിൽ ഈ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത് ഒരു മേഖലയായിരുന്നു ഇത്. പിന്നെ ഇതാണ് ഫൈബർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ക്യാപ്പ് അവിടെ. പിന്നെ നമ്മുടെ ഏകദേശം ഇത് നോക്ക്, കടലെത്താറായി കേട്ടോ. ചെറിയൊരു തോണിയിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉൾഭായമുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ പിടിച്ചു നിൽക്കാൻ തന്നെ, സഹിക്കാൻ തന്നെ മനസ്സിനെ നമ്മൾ പിടിച്ചു നിർത്തിക്കോ. കുറച്ചുകൂടി മുന്നോട്ട് എത്തിയിട്ട് നമുക്ക് കിട്ടാൻ പോരെ അല്ലേ? അതെല്ലാം നല്ല ഇല്ല, കുഴപ്പമില്ല, അതെല്ലാം നമുക്ക് ശരിയാക്കാം. പിന്നെ വല കടലെത്തി കേട്ടോ. നമ്മുടെ കടലെത്താറായി. ഇതാ സാൻഡ് ബാങ്ക്സിൻ്റെ മതിലാണ് ഇത്. അപ്പം നിങ്ങൾക്ക് സാൻഡ് ബാങ്ക്സ് നല്ല ഇവിടെ ഭയങ്കര ആഴമാണ് കേട്ടോ. ഇവിടുന്ന് ഒരുപാട് പേര് ഒലിച്ച് പോയിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാ വർഷവും 2 പേരും 3 പേരായിട്ട് മരണപ്പെടാറുള്ള ഒരു സ്ഥലമാണിത്, ഒരു മഴൻ്റെ സീസണൊക്കെ. അപ്പോൾ കുറച്ച് ഡേഞ്ചറായ ഒരു ഏരിയ ആണിത്, അഴിമുഖം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഏകദേശം നമ്മൾ കടലിലെത്താറായി കേട്ടോ. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഏകദേശം സാൻഡ് ബാങ്ക്സിൻ്റെ ഒരു ഭാഗം കൂടി സനുവേ, ആ സാൻഡ് ബാങ്ക്സിൻ്റെ ഭാഗം കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് വലയിളക്കിയാൽ പോരെ. അതല്ല അതിൻ്റെ ഒരു ഭംഗി. നമുക്ക് എന്തായാലും ഓരോ സാൻഡ് ബാങ്ക്സിൽ അവിടെ നിന്ന് ആരിലൊക്കെ ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ട്. ഒരു പക്ഷേ സാൻഡ് ബാങ്ക്സിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളങ്ങ് വെള്ളിയങ്കളിയിൽ എത്തിപ്പോകാൻ സാധ്യതയുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എന്നാൽ ഏകദേശം കുറച്ച് ദൂരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു സാൻഡ് ബാങ്ക്സ് സൂം ചെയ്ത് തരാം. ആ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ലതോ. കാണുന്നുണ്ട്, ചെറുങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്യാമറ ഒന്നും അത്ര പോരാ. നമ്മുടെ ഒരു സാധാരണ ക്യാമറ അവിടെ നിന്ന് ഒരു പിടിക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് വല ഇടാം അല്ലേ? വലയിട്ട് തുടങ്ങാം അല്ലേ? നമുക്ക് എന്നാ വല ഇടാം അല്ലേ? അജിത് കുമാർ ഇടാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അജിത് കുമാർ എന്നാ വല ഇട്ട് കൊടുക്കാം.
വല ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. കയറൊക്കെ ചാടി. നല്ല ഉഷാറാണ് കേട്ടോ. വലയിടുക നല്ല ഉഷാറൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഉഷാറ് വലിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടായാൽ മതിയായിരുന്നു. മീന് വല്ലതും കിട്ടിയിരുന്നെങ്കിൽ മനസ്സിൽ നല്ല സന്തോഷം. അപ്പോൾ ഓടോ ഭയങ്കര ഭാറാന്നല്ലോ. ഓടോ ഇത് വല്ലാണ്ട് ആടുന്നല്ലോ. ഞാൻ വിവതായ തോണി വല്ലാണ്ട് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വല അപ്പുറത്തെ സൈഡിലാണ് ഇടണ്ടേ. ഇതിപ്പോൾ വെള്ളം കയറുന്നത് കൊണ്ട് ഒരുപക്ഷെ ഈ വഞ്ചീനടിയിലേക്ക് വല പായാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതുക്കുമാരെ നമുക്ക് വല ഇതിപ്പോൾ കടലിലെത്തി കേട്ടോ. നമ്മൾ കുഴപ്പമില്ല. നമ്മൾ ഇവിടെ വല കുടുങ്ങിയിട്ടുണ്ട്. വല ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുക്കുമാരെ എൻ്റെ ഫോണ് കുട്ടിയിടല്ലേ വലയൊന്നും. വെള്ളത്തിൽ ഞാനും പോകും, എൻ്റെ ഫോണും എല്ലാം പോകും. നമ്മുടെ സനൂകുമാരെ തുഴയുന്നുണ്ട്. സനൂക നല്ല തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഉഷാറാണല്ലോ അല്ലേ? എന്നാലും കുഴപ്പമില്ല. പക്ഷെ നീ സനു പക്ഷെ ഇത്ര ഇവിടെ ഒന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നമ്മള് വല നല്ലോണം ചെയ്ത് എന്താ പറയാ, കുറച്ച് ഭയങ്കര ഭാറാണ് കേട്ടോ. നമ്മളിതെങ്ങനെ കടലിലെത്താറായി. ഇത് കുറച്ച് ഡേഞ്ചറാണ്. ഇതാണ് ഈ കാണുന്നതാണ് സാൻഡ് ബാങ്ക്സ്. ആ മൂലയാണ് സാൻഡ് ബാങ്ക്സ്. ഇതാണ് നമ്മുടെ മണലൊക്കെ വരുന്നത്. ആ കാണുന്ന മൂലയാണ് ഒരു മിനി ഗോവ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണിത്. ഈ ഒരു ഏരിയയിലാണ് മിനി ഗോവ എന്നറിയപ്പെടുന്നത്. അത് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വല ഇത്ര എടുത്തതാണോ? ഒരു മിനിറ്റ്. വല എടുത്തിട്ട് ഇത്ര ഇട്ടിട്ടുണ്ട്. പോട്ടെ. സനു അതാ നമ്മുടെ എടോ വല ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ടല്ലോ. ആയിട്ടോളൂ. അജിത്കുമാർ വല ഇടുന്നുണ്ട്. ഞാനും കൂടി സഹായിച്ചു തരാം കേട്ടോ. കുറച്ചും കൂടി ബാഗ് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് ഒന്ന് ഉഷാറാവും. വല ഇതൊക്കെ കുഴഞ്ഞു കിടക്കാൻ തോന്നുന്നു. എങ്ങനെ നമ്മുടെ ഇപ്പുറം എത്തി കേട്ടോ. നമ്മുടെ ഈ മണലൊക്കെ വരുന്ന ഒരു സ്ഥലമായിരുന്നു. നമ്മളിങ്ങനെ എത്തിയില്ലേ. വല ഇനി ഒരുപാട് ഇടാൻ ബാക്കിയുണ്ട് അല്ലേ? വല ഒരുപാട് ഒത്തിരി ദൂരം ഉണ്ടല്ലോ അല്ലേ? വല ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടായി. കയറൊക്കെ കൊടുക്കും, കൈയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോടാ. നമ്മള് അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വല അവിടെ കുടുങ്ങിയിട്ടുണ്ട്. അന്ന് ഒഴിവാക്കാം. ഓക്കെ, ഞങ്ങൾ ഇട്ട് കുറച്ചും കൂടി മുന്നോട്ട് തുഴഞ്ഞു കേട്ടോ. എങ്കിൽ വല കുറച്ചും കൂടി ഇടാൻ ബാക്കിയുണ്ട് കേട്ടോ. ഇതിൽ തോണിയിൽ നമുക്ക് ഈ സൈഡിൽ കൂടെ ഒന്നും തന്നെ വെച്ചു കൊടുക്കാം അല്ലേ? ഏകദേശം തീരാറായി വല. ഇനിയിപ്പോൾ അജിത്കുമാർ വല കഴിഞ്ഞു കേട്ടോ. ഈ വല ഇതിന് അറ്റം കാണുന്നില്ല കേട്ടോ. ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. വല വലുതാണ് കേട്ടോ. നല്ല വലിപ്പമുണ്ട് വല. പക്ഷെ ഒരുപാട് കീറുണ്ട് കേട്ടോ. ഒരുപാട് മീനൊക്കെ കീറിലൂടെ പോകും. ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ട മീനൊക്കെ ചിലപ്പോൾ കീറിക്കൂടെ അങ്ങ് പോകും. കുഴപ്പമില്ല. എന്തായാലും നമ്മൾ ഈ വലയിട്ട് നോക്കാം. നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ മീൻ കിട്ടാം, ഒരു പക്ഷേ കിട്ടാതിരിക്കാം. എന്തായാലും നമ്മൾ ഈ വല വലിച്ച് നോക്കിയിട്ട് ഇടാം. ഓക്കെ ആയിട്ടേ. ഓക്കെ, അങ്ങനെ വല വെള്ളത്തിലിട്ട് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. വല തന്നെ വഴിക്കും, ഞങ്ങളെ വഴിക്ക് ഇപ്പം പോയിട്ടുള്ളത്. നല്ല ഭാറാണ്. വല വെച്ചെടുത്തല്ല കേട്ടോ ഉള്ളത്. വല ഒരുപാട് നീങ്ങിയിട്ടുണ്ട്. സുഹൃത്ത്, അങ്ങനെ നമ്മൾ വലമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ മണലൊക്കെ വരുന്ന ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്നതാണ് കേട്ടോ സാൻഡ് ബാങ്ക്സ്. ഒന്നുകൂടി ഞാൻ പറയുവാണ്, ആ കാണുന്നതാണ് സാൻഡ് ബാങ്ക്സ്. ഇപ്പുറം എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടുന്നാണ് വന്നതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മൾ വന്നത് പിന്നെ അവിടെ ഒരു വീട് കാണുന്നുണ്ടോ? അതായത് കറക്റ്റ്ലി ഈ ഒരു വീടില്ലേ, ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. നമ്മൾ ഇറങ്ങിയ സ്ഥലമാണ് അത്. അവിടെ നിന്നാണ് നമ്മൾ കയറി ഇങ്ങനെ റൗണ്ട് അടിച്ച് ഞങ്ങൾ പറഞ്ഞ് കാണിച്ചതായി ഫൈബറും കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാം ഇതിലുണ്ട്. പിന്നെ അങ്ങനെ തുഴഞ്ഞ് നമ്മളിങ്ങനെ എത്തി. ഇവിടെ എത്തിയിട്ട് അജിത്കുമാർ ഉണ്ട്, വലയെടുത്തിട്ടുണ്ട് വീശാൻ വേണ്ടിയിട്ട്. ഇത് പ്രതീക്ഷയോടെ. അജിത്കുമാറെ, നമ്മളൊന്നും പറയാതെ വേഗം വലയെടുത്ത് പോയതല്ലേ? അപ്പോൾ നമുക്ക് ഇറങ്ങി നോക്കാം. എന്തായാലും അജിത്കുമാർ വീഴുന്നത് നമുക്ക് കാണാം. അപ്പോൾ അജിത്തെ, നമുക്ക് എന്തായാലും ഒരു വല വീശ കാണാം അജിത്കുമാറിൻ്റെ. കുമാർ വല എടുത്തിട്ടുണ്ട്. നമ്മളെ വഞ്ചിയാണ് കേട്ടോ കാണുന്നത്.
നേരത്തെ നമ്മൾ വീഡിയോ എടുത്താൽ ഇത് ഇത്ര അടുത്ത് കണ്ടില്ല. കയറുമ്പോൾ ഫുള്ളായിട്ട് വഞ്ചി കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അജിത് കുമാർ വല എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പുറത്ത് ഇട്ട ആ വല ഇപ്പോൾ അത് എവിടെയാണ് ഉള്ളത് നോക്കാം. ഓ അത് ഈ ഫ്ലോട്ട്, ഒരു ഫ്ലോട്ട് ഇവിടെ കാണുന്നുണ്ട്. മറ്റേ ഫ്ലോട്ട് ഇത് ഒരുപാട് ദൂരെയാണ് കേട്ടോ. ഓ ഒത്തിരി ദൂരെയാണല്ലോ. എന്തായാലും വല നമ്മൾ അത് അവിടെ വെച്ചത് ഇവിടെയാണ്, പക്ഷെ ഒഴുക്ക് കാരണം അത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ അജിത് കുമാർ പോവല്ലേ ഞങ്ങൾ വരുന്നു, ഞങ്ങൾ നിന്റെ വല വീശലൊന്ന് കാണത്തോട്. അങ്ങനെ ഞങ്ങൾ അജിത് കുമാറിനെ പിന്തുടർന്നിരിക്കുകയാണ്. എന്തായാലും അജിത് കുമാറിൻ്റെ ഒരു വീശല കാണാം. അങ്ങനെ സുഹൃത്തുക്കൾ, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു താല്പര്യവും ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. തീർച്ചയായും നിങ്ങളെയും കൊണ്ട് നമ്മളിങ്ങനെ ഒരു പരിപാടിക്ക് നമുക്ക് ഇറങ്ങാം. അങ്ങനെ ആയിത്തതാ വീതി കൊണ്ടിരിക്കുന്നത്. കുമാർ ഒരു വലയും കൂടി വെച്ച് അവിടുന്ന് ഒരു മീൻ തുള്ളിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയില്ല, നമുക്ക് ഭാഗ്യമില്ല. ആ വല അതിനെ പുറത്തങ്ങ് വീതാൽ മതിയായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് വേണ്ട നമുക്ക് കിട്ടും അല്ലേ. പിന്നെ അയത്ത് വല വീത് കഴിഞ്ഞിട്ടുണ്ട്, വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതെന്തോ ആയിരിക്കും നമുക്ക് ആദ്യം കിട്ടിയ വലയിൽ ഒരു വെള്ള ഒരു ഇതുപോലെ ഒരു ഒരു ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് കേട്ടോ. അത് എന്തായാലും സംഭവം ഓക്കെയാണ്, നല്ല ഒരു രക്തം പോലത്തെ ഒരു സംഭവം അല്ലേ. അജിത് കുമാറെ, ആ ചാടിയ മീനെ നമുക്ക് ഈ വലയിൽ കിട്ടാൻ സാധ്യത ഉണ്ടോ? എന്തായാലും നമുക്ക് വല വലിച്ചോണ്ടിരിക്കുന്നുണ്ട് അജിത് കുമാർ. നമുക്കിതിൽ അല്ല, നമ്മളൊരു വല ഇട്ടിട്ടുണ്ട് കേട്ടോ പുഴയിൽ. അതിൽ എന്തെങ്കിലും അയ്യോ ഒരു മീനും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താ നോക്കാം. ഇതെന്താണ് ഇത്? കൊയലാണ് അല്ലേ? കൊയലയാണ് കേട്ടോ, കൊയലയാണ് കേട്ടോ. ആ ചെറിയ ആൾക്കാരെ കണ്ടായിരിക്കും പാമ്പാറ്റാണ്, പക്ഷെ ഇത് പാമ്പല്ല കേട്ടോ, ഇത് കൊയലയാണ്. ഇതൊക്കെ കുറച്ച് അത്യാവശ്യം കുറച്ച് വിലയുള്ള മീൻ തന്നെയാണ് കേട്ടോ ഇതൊക്കെ. ഇതെന്താണ് സംഭവം? ഇതിനെപ്പറ്റി ഇത് ആർക്കെങ്കിലും അറിയാമോ? ഈ ഒരു മീനെ ഇത് നമുക്ക് ഈ ചില്ലിലൊക്കെ ഇടാൻ സുഖം അല്ലേ, അക്യൂറത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് അല്ലേ. അത് നല്ലൊരു ഭംഗിയുള്ള സംഭവം. അതായത് കുഴപ്പമില്ല അല്ലേ. ഇതിന് ഞാൻ അളക്കാണ് കേട്ടോ പുഴയിൽ. നമുക്കിതിനെ വെള്ളത്തിലിട്ട് നോക്കാം. ഇതിൻ്റെ പേര് എന്താണെന്ന് അറിയില്ല, നമുക്ക് ഇതിനെ വെള്ളത്തിലിട്ട് നോക്കാം. അതായത് വെള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കക്കുമ്പനാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും വെള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മീനിനെ ഇതുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ഇത് നമ്മൾ വിചാരിക്കും പാമ്പല്ല കേട്ടോ, ഇത് കൊയലാന്ന് പറയുന്ന ഒരു മീനാണ്. സനോവേ വഞ്ചി കൊണ്ടിട്, വഞ്ചി തന്നെ വേണേ, കാക്കൊന്നും കൊണ്ടുവരും. അജിത് കുമാർ വീണ്ടും വലയെടുത്ത് പോയിട്ടുണ്ട്. നമ്മൾ അയാളെ വലയെടുക്കുന്ന സെറ്റിൽ തന്നെ വലയെടുത്ത് പോയിട്ടുണ്ട് അയാൾ. ഒന്നും കൂടി വീതൊക്കെ അയത്തൊന്ന് അവിടെ വീത് നോക്ക്. അയത്ത് വല വീഴ്ത്തിയിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അധികം അങ്ങോട്ട് പോയിക്കൂടാ. അവിടെ കണ്ട അജിത് കുമാർ അങ്ങോട്ട് പോകുന്നുണ്ടോ? എന്താ കണ്ട, അതൊരു കുണ്ടാണ്. അത് അങ്ങനെ തന്നെ നമ്മൾ താണു പോകും. ഇനി അങ്ങോട്ട് ഇറങ്ങിക്കണ്ട നമ്മൾ നേരെ താണു പോകും. അതൊരു കുഴിയാണ്. അപ്പോൾ അജിത് കുമാർ നമ്മളെ വലയിൽ എന്താണുള്ളത് നമുക്ക് നോക്കാം. പ്രതീക്ഷ അജിത് കുമാർ വല വലിക്കുന്നുണ്ട്, പ്രതീക്ഷയോടെ നോക്കാം. ഇവിടുന്നാണ് നേരത്തെ ഒരു മീൻ ചാടിയത്. ഒരു പക്ഷേ അടിയിൽ നിന്ന് വലിയൊരു മീനൊക്കെ ഓടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും മീനൊക്കെ പുറമേലെ നിന്ന് ചാടുന്നത്. നമുക്ക് പക്ഷേ നമുക്ക് കുറച്ച് അഴിൻ്റെ അടുത്ത് പോയിട്ട് തോണി നിന്ന് വീത് വെക്കണം. ഇല്ല ഒന്നും ആ ഒരു പാര അല്ലേ, എന്തോ ചെറുത് കിട്ടിയിട്ടുണ്ട്. അയ്യോ ഇതാ നമ്മൾ നേരത്തെ കണ്ട സംഭവമാണിത്. ഇതുണ്ടോ ഒരുപാട് ഇതുണ്ടോ, ഇതുണ്ടോ ബബിൾസ് പോലത്തെ സംഭവം കണ്ടോ നിങ്ങൾ? ഇതുണ്ടോ, ഇത് എന്താണെന്ന് കറക്റ്റ് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. ഇതെന്ന സംഭവം കണ്ടോ, ഇതാണ് സാധനം. ഇത് വെള്ളമല്ല കേട്ടോ, എന്തൊരു
മുട്ടയാണോ അല്ല വേറെ എന്തെങ്കിലും സംഭവമാണോ? കണ്ടോ കണ്ടോ കണ്ടോ, ഇതാണ് സംഭവം. എന്തായാലും എന്തെങ്കിലും ആവട്ടല്ലേ, നമുക്ക് പിന്നെ മീനൊക്കെ ഉണ്ടോ? നമ്മൾ ഈ വല ഇട്ടത് നമ്മൾ എടുക്കാൻ പോവാണ്. എല്ലാവരും വഞ്ചി കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ വല ഇട്ടല്ലോ ഒരു അഴിമുഖത്ത്, അത് അവിടെയാണ് നമ്മൾ വല ഇട്ടത് കേട്ടോ. അപ്പോൾ ആ വല ഇപ്പോൾ ഒഴുകി 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 ഒഴുകിയതാ. ഇവിടെ കാണുന്നുണ്ടല്ലോ. എവിടെ എവിടെ പോയി? വല കാണുന്നില്ലല്ലോ. വല ഇതോ കണ്ടോ, ഒത്തിരി ദൂരെയായി പോയി കേട്ടോ വല. ഉണ്ടോ, അതാണ് അതിൻ്റെ ഫ്ലോട്ട്. അപ്പോൾ അജിത് കുമാർ എല്ലാവരും കാരി കേട്ടോ. അവിടെ ഞാൻ കാര്യമായിട്ടില്ല കേട്ടോ തോണി. നിൽക്ക് നിൽക്ക്, അവിടെ ഇത് ശരിയോ? ഇവിടെ മറിയൊന്നുമില്ലല്ലോ. ഞാനും ഫോണൊക്കെ വെള്ളത്തിപ്പോയി. വെള്ളമൊക്കെ മുക്കി മറിക്കുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. വലേൻ്റെ അടുത്ത് എത്താറായി, നമ്മൾ ഇട്ട വലേൻ്റെ അടുത്ത് എത്താറായി. എന്തായാലും നമുക്ക് വല ഒന്ന് പിടിച്ച് നോക്കാം അല്ലേ, എന്ത് കിട്ടിയിട്ടുണ്ടോ, മീനുണ്ടോ എന്നൊക്കെ. അപ്പോൾ പ്രതീക്ഷയോടെ നമ്മൾ ഇപ്പോൾ അതിൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, വലയിൽ എന്തെന്നാ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് അവിടുന്ന് എന്തായാലും വല പിടിച്ച് നോക്കാം. നമ്മുടെ വലേൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാ ഇങ്ങോട്ട് നമ്മൾ ഇതാ വലേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതാ അജിത് കുമാർ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഒരു ഏട്ട ഇട്ടിട്ടുണ്ട്, ഇതാ മീൻ കെട്ടിയിട്ടുണ്ട്, 2 ഏട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ അയത്തെ പിന്നെ അത് കൈക്ക് തട്ടിയ നല്ല കടച്ചിലായിരിക്കും അല്ലേ ഏട്ടാ. പിന്നെ ഇതാ മീനൊക്കെ തുള്ളുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇതാ പക്ഷെ ഫോണ് കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ സാധാ ഒരു ഫോണായതുകൊണ്ട് നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല വല ഒരുപാട് ദൂരം ഇങ്ങ് എത്തി കേട്ടോ. നമ്മൾ വല ഇട്ടത് സ്ഥലം നിങ്ങൾ കണ്ടതല്ലേ, നമ്മൾ ഇട്ടത്. പിന്നെ നമ്മൾ ഇട്ടത് ഇതാ കാണുന്നുണ്ടോ, അവിടെ നിന്നാണ് നമ്മൾ ഇട്ടത്. നമ്മളെ ഫൈബറൊക്കെ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇത്രയും ദൂരം വല വിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് വന്ന് ഒരുപാട് ദൂരം കംപ്ലീറ്റ് ഒരുപാട് വല നല്ല കാറ്റുണ്ടെന്നൊക്കെ അവർ പറയുന്നത്. നല്ല കാറ്റുള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. അജിത് കുമാർ ഇതിപ്പോൾ നല്ല മീനൊക്കെ ഇതാക്കി വെച്ചാൽ മതി. അജിത് കുമാർ വീണ്ടും വലിക്കുന്നുണ്ട്. നമുക്ക് ഈ വലയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ ഇപ്പോൾ കുറച്ച് നേരമായി അല്ലേ വല ഇട്ടിട്ട്. ഇപ്പം മീൻ എന്തോ മീൻ കിട്ടിയിട്ടുണ്ടേ, കാര്യമായിട്ടില്ല. അതെന്ത് മീനാ അത് നോക്കിയാ? ഇതെന്താണ്, എന്ത് കണ്ണമത്തിയോ അങ്ങനെയുള്ള എന്തോ മീനാണ് കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ് ഇത്. മീൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ മീൻ കണ്ട് നിങ്ങൾക്ക് തന്നെ പേര് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മീനിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്താ പറയുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതാണ് സംഭവം. നല്ല ഉണ്ടോ, നല്ല പുഴ മത്സ്യമാണ് കേട്ടോ, നല്ല സൂപ്പറാണ്. അതിനൊക്കെയാണ് കുമാർ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇനിയും ഈ ഇതിനകത്ത് മീൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ. അത് എന്തോ ഇവിടെ ഒരു മീനും കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ ഒരുപാട് നമുക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കാം, വല വലിക്കുന്നുണ്ട്. ഒത്തിരി ഉണ്ട്. മെഷീൻ്റെ സൗണ്ടാണെന്നല്ല എല്ലാവരും കടലിൽ പോകുന്ന. അവിടെ എന്തോ ഒരു മീൻ പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഇതാ മീൻ ഇവിടെ കാണുന്നുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. 2 മീൻ, ഒന്ന് പള്ളത്തി എന്ന് പറയും, പയ്യത്തിയാണ് നിങ്ങൾ പറയുന്നത്, പിന്നെ പള്ളത്തി എന്ന് പറയും ചില ആൾക്കാർ. നമ്മൾ പള്ളത്തി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നല്ല മത്സ്യമാണെന്ന് തോന്നുന്നു അല്ലേ, നല്ല ഫ്രഷ് സാധനമാണ് അതെല്ലാം. വൈവ എന്താണ് ഇത് കണ്ടോ, നല്ല പള്ളെത്തിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ നല്ല വറുത്ത് പൊരിച്ച് ടേസ്റ്റിൽ തിന്നാൻ നല്ല സുഖമായിരിക്കും. ഇതായത് വലിയൊരു കടുകപ്പര കിട്ടിയിട്ടുണ്ട്, ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അജിത് കുമാർ മീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ കഴിയുന്നില്ലേ? അങ്ങനെ കഴിഞ്ഞോ? ഓ അങ്ങനെ അടുത്ത മീൻ. മീൻ ഉണ്ട് കേട്ടോ. ഇത് വീണ്ടും പള്ളത്തി.
ഇത് നമ്മൾ ഒത്തിരി ഇങ്ങെത്തിയില്ലേ, ഒരുപാട് ഇങ്ങെത്തിയില്ലേ നമ്മൾ എവിടെ. നമ്മളിതാ ഇത്തിരി ദൂരം പോലെ ഇട്ടതാണ്, ഒരുപാട് ദൂരം ഉണ്ടോ അങ്ങ് അവിടെ അവിടെ സൈഡിലാണ് ഇട്ടത്. ഇതാ മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. എന്താണ് ഇതാ മീൻ കിട്ടുന്നുണ്ട്. ഇതാ മീൻ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇതാ വലയിലൊക്കെ ഇവിടൊക്കെ മീനുണ്ട് കേട്ടോ. ഇതാ കണ്ടോ കണ്ടോ, ഇതൊക്കെ പള്ളത്തിയാണല്ലേ, പള്ളത്തിയുണ്ട്, പാരയുണ്ട്. ഇതൊക്കെ പുഴ മത്സ്യത്തിലല്ലേ, കണ്ട ഇഷ്ടംപോലെ. അയ്യോ ഒത്തിരി ഉണ്ട് കേട്ടോ, ഇതിലൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ, ഇതെന്താ പാര മീൻ, ഇത് മാലാണാണ് ഇത് കേട്ടോ. ഇത് മാലാണെന്ന് പറയും. നിങ്ങൾ ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടുതരും. ഞങ്ങൾ ഇവിടുന്ന് മാലാന്ന് പറയും. ഇതിന് വേറെന്ത് പേരുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ പേര് വന്നെങ്കിൽ നിങ്ങൾ നമുക്ക് കമൻറ്റ് ബോക്സിലായിട്ട് ഒന്ന് ഇട്ടാൽ മതി കേട്ടോ. കണ്ടോ വലയിൽ കണ്ടോ ഒത്തിരി മീനുണ്ട് കേട്ടോ. നമ്മുടെ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. അജിത്കുമാർ മീൻ കഴിക്കുന്നുണ്ട്. പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി നോക്കാം അല്ലേ. അയ്യോ അപ്പോൾ ഇന്ന് നല്ല കുശാലായിരിക്കും അല്ലേ വീട്ടിൽ. നല്ല മീനൊക്കെ വാങ്ങി. ഇനി മീനൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, നല്ല ഫ്രഷ് മീനല്ലേ കിട്ടുന്നത് അല്ലേ, നല്ല ലൈവായിട്ട്. ഇനിയിപ്പോൾ ഇത് നല്ല സൂപ്പറായിട്ട് നല്ല പുഴ മത്സ്യം കൂട്ടി നല്ല ഒന്ന് ചോറ് ഉണ്ണാം അല്ലേ. ഓ അത് മീനുണ്ട് കേട്ടോ, ഇനി കഴിഞ്ഞിട്ടില്ല, ഇതിലൊക്കെ മീനുണ്ട് കേട്ടോ, ഇനിയുണ്ട്. ഇനിയും ഒത്തിരി ഉണ്ട് കേട്ടോ വലിക്കാൻ. വല ഒരുപാടുണ്ട്, ഒരുപാട് ലെങ്ത് ഉണ്ട്. കണ്ടോ വല പോകുന്ന കാണുന്നുണ്ടോ, അതങ്ങ് കണ്ടോ. ഇതിന് ഫോട്ടോ ഇടേ ഞാനും കാണുന്നില്ല. കണ്ടു ഇത് കണ്ടോ, ഇത്രയും ദൂരം ഉണ്ട് കേട്ടോ, ഒരുപാട് ദൂരം. ഇനി ഒരുപാട് ഒത്തിരി വലിക്കാനുണ്ട്. ഇത് കാണാൻ ഇനിയിപ്പോൾ അജിത്കുമാർ വീണ്ടും വലിക്കുന്നുണ്ട്. നമുക്ക് ഈ വെയിലടിക്കുന്ന കാരണം നമുക്ക് ടയർ കുറച്ച് പിന്നെ കുറവുണ്ടായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇതാ വീണ്ടും നമുക്ക് ഒരു പാരക്കെട്ടും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മീനുണ്ട് കേട്ടോ, കുഴപ്പമില്ലാണ്ട്. നമുക്ക് മീൻ ഇതിനൊക്കെ ഒന്ന് പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടല്ലോ. അങ്ങോട്ടൊക്കെ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് വലിച്ചു നോക്കാം. നമ്മൾ ഒരുപാട് ഇങ്ങെത്തി കേട്ടോ, ഒരുപാട് ദൂരത്തി. നമ്മൾ ഇത്രയും ദൂരം നിന്ന് വന്നതാണ്, അവിടെ നിന്ന് വന്നതാണ് നമ്മൾ. ഉണ്ടോ ഇത്രയും ദൂരം നമ്മളിവിടെ എത്തി. നമ്മൾ മീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇതാ ഇപ്പുറത്തെ ഒരു കര എത്തിയിട്ടുണ്ട്, ഒരുപാട് ദൂരയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അവിടെ നിന്ന് എന്തോ പിടക്കുന്നുണ്ട് കേട്ടോ, നല്ല വലിയ മെല്ലെ പോയി കേട്ടോ. അവൻ തൂക്കി പിടിച്ച കടിക കൂട്ടാണ്ട് പിടിക്കാതെ കൊണ്ട് അത് മാല വീണ് പോയി കേട്ടോ. വലിയ മീൻ അജിത്കുമാറിൻ്റെ ചെറിയ എന്താണെന്നറിയില്ല. പിന്നെ നമ്മുടെ വേറെ ചെറുത് കിട്ടിയിട്ടുണ്ട് അല്ലേ. അയ്യോ വലിയൊരു മീൻ പോയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് വേറെ വീണ്ടും പിടിക്കാം, ഇനിയും കിട്ടുമല്ലോ. അങ്ങനെ ഇതാ വല, നമ്മുടെ വല തീരാറായി കേട്ടോ, നമ്മുടെ ഏകദേശം അടുത്തെത്താറായി. അങ്ങനെ വല തീരാറായി. അവിടെ എന്തൊക്കെയോ മീനുണ്ട് കേട്ടോ, ഇവിടെ മീൻ കിട്ടിയിട്ടുണ്ട്. ഇതെന്താണ് മീൻ? വീണ്ടും അതാ അവിടെ ഉണ്ട് കേട്ടോ മീൻ. കണ്ടോ ഒരു മീനെ കണ്ടോ, കണ്ടോ മീൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ വലയെടുക്കുന്ന സമയത്ത് ഒരു പ്രാവ് വന്ന് വീണിട്ടുണ്ട്. എന്തോ ഒരു സംഭവം അവിടെ ഒളിച്ച് പോകുന്നുണ്ട്. പ്രാവാണെന്നാണ് തോന്നുന്നത്. എന്തായാലും എന്താ പിടക്കുന്നുണ്ടോ, അതെന്തായാലും നമുക്ക് അതിനൊന്ന് രക്ഷിക്കാം അല്ലേ. കാരണം എന്താണെന്ന് അറിയത്തില്ല. ഏകദേശം അടുത്തെത്തി. പാവം നമ്മളെ കണ്ണിൽപ്പെട്ട നന്നായി, അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും. അതിന് എന്തായാലും ഒരു പുനർജന്മം കൊടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും വോയിസ് ഓഫ് കൊടകരൻ്റെ അങ്ങനെ അജിത്കുമാർ അതിനെ പിടിച്ചിരിക്കുകയാണ്. അയ്യോ പാവം കാലിനൊക്കെ ഇതായിട്ടുണ്ട് അല്ലേ. നല്ലൊരു പ്രാവിനെ കിട്ടിയിട്ടുണ്ട്, നോക്കട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മൾ ഈ സമയം ഇപ്പോൾ ഒരുപാട് പിന്നെ സന്ധ്യയായി. നമ്മൾ ഇപ്പോൾ ഇതാ കണ്ടോ, ഇത് നല്ലൊരു സുഖമുണ്ടല്ലേ, നല്ല രസമുണ്ടല്ലേ, പക്ഷികളൊക്കെ പറഞ്ഞു നല്ലൊരു ക്ലൈമറ്റ് അല്ലേ. അങ്ങനെ സംഭവം ഇരുടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നും കാര്യമില്ല, നമ്മളൊന്നും കാണത്തില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാം കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ മാസലാം.